+2 മാർച്ച് എക്സാമിലെ ടൈം ടേബിൾ വന്നപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്തത്, എന്നാൽ കുറേ ആളുകൾ നോട്ടീസ് ചെയ്യാത്ത ഒരു പ്രശ്നം ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് +2ന്റെ ടൈം ടേബിൾ നോക്കാം. +2ന്റെ ടൈം ടേബിളിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. ആദ്യം സ്റ്റാറ്റിസ്റ്റിക്സ്, ഓക്കെ, കുഴപ്പമില്ല, ഗ്യാപ്പ് ഉണ്ട്, അതുള്ളവർക്ക് എഴുതാം. ഇനി അതില്ലാത്തവർക്ക് ആദ്യം ബിസിനസ് സ്റ്റഡീസ്, ഇഷ്ടം പോലെ ടൈം ഉണ്ട്. ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളൂ, സെക്കൻഡ് ലാംഗ്വേജിനാന്ന് വെക്കാം, നമുക്കത് ക്ഷമിക്കാം. അതിനുശേഷം മാത്സ് എഴുതുന്നവർക്ക് 4 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. എക്കണോമിക്സേ ഉള്ളൂ എങ്കിൽ അവന് 6 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്, മാത്സ് ഇല്ല എങ്കിൽ. ഓക്കെ, ഇനിയോ അതിനുശേഷം CA ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ട് സാറേ, നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇനി അക്കൗണ്ടൻസിക്കാണ് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്തത്. അവിടെ ഒരു പണി കിട്ടി. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാത്രം ഇവിടെ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ അക്കൗണ്ടൻസിക്ക് വെറും 1 ഡേ ഗ്യാപ്പാണ് കിട്ടുക. കുഴപ്പമില്ല സാർ, ഗ്യാപ്പെങ്കിലും ഉണ്ടല്ലോ എന്ന് ആശ്വസിക്കേണ്ടി വരും അടുത്ത പറയാനുള്ളതൊക്കെ കേൾക്കുമ്പോൾ. ഓക്കെ, ഇനി എന്താ ചെയ്യുക സാർ? അക്കൗണ്ടൻസി കഴിഞ്ഞ് ഇംഗ്ലീഷിന് വീണ്ടും 1 ഡേ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം ആദ്യം ഭയങ്കര എളുപ്പമാണ്, ലിബറലാണ് എന്ന് തോന്നുമെങ്കിലും അവസാനം അത് റഷാക്കി കളഞ്ഞു. കുഴപ്പമില്ല, എന്നാലും ഒരു ദിവസത്തെ ഗ്യാപ്പൊക്കെ എല്ലാത്തിനും കൊടുക്കുന്നുണ്ട്. പക്ഷേ പ്രോബ്ലം വരുന്നത് ഇവിടെ ഒന്നുമല്ല. എടാ, ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന മക്കൾക്കാണ്. ഇംപ്രൂവ്മെന്റ് 3 വിഷയം ഇംപ്രൂവ് ചെയ്യണം, അത് നല്ല അവസരമാണ്, ആ അവസരം മിസ്സാക്കരുത് എന്നൊക്കെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഇംപ്രൂവ്മെന്റ് എഴുതുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു ചതി ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ, ഒരു ദിവസത്തെ ഗ്യാപ്പെങ്കിലും വേണ്ടടാ, ഒറ്റ ദിവസത്തെ ഗ്യാപ്പെങ്കിലും. അതെവിടെയാ സാർ ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ലാത്തത്? എടാ, നിങ്ങൾ നോക്കൂ, ഇംഗ്ലീഷ് കുഴപ്പമില്ല, ഇഷ്ടം പോലെ സമയമുണ്ട്. ഈ അക്കൗണ്ടൻസി ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് മാർച്ച് 9 ഉച്ചയ്ക്ക് ശേഷമാണ് എന്ത് വരുന്നത്? അക്കൗണ്ടൻസിന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത്. അല്ലെ, മാർച്ച് 9 ഉച്ചയ്ക്ക് ശേഷമാണ് +1 എക്സാം വരുന്നത്. എന്നാൽ ആ അക്കൗണ്ടൻസി എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു ചായ കുടിച്ച് ഉറങ്ങി എണീച്ച് രാവിലെ എന്ത് ചെയ്യണം? അവൻ ബിസിനസ് സ്റ്റഡീസ് എക്സാം എഴുതാൻ പോകണം. എടാ, വീട്ടിൽ വന്നൊരു ചായ കുടിച്ച് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ആണ്. +2 ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം എന്താ പഠിക്കാനില്ലേ? പഠിക്കാനുണ്ട്. അപ്പൊ അക്കൗണ്ടൻസി പഠിക്കോ, ഇത് പഠിക്കോ? ഇംപ്രൂവ്മെന്റ് ആവണമെങ്കിൽ ഒരുപാട് പഠിക്കണ്ടേ? കാരണം നമ്മൾ പണ്ട് പഠിച്ചതിനേക്കാൾ കൂടുതൽ പഠിച്ചാലല്ലേ കൂടുള്ളൂ. അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കുറെ ചോദിക്കും, പണ്ടേ പഠിച്ചു വെച്ചാൽ മതിയായിരുന്നില്ലേ? അതെനിക്ക് നിങ്ങളോട് ഇപ്പോഴും പറയാനുള്ളത്, ഈ ടൈം ടേബിൾ ഇപ്പോഴേ വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ടൈം ടേബിൾ മാറിയില്ലെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ നല്ല രീതിയിൽ സീരിയസ് ആകേണ്ടി വരും. ഓക്കെ, ഇനി നോക്ക്. ഇനി അടുത്തെന്താ? സെക്കൻഡ് ലാംഗ്വേജ് കുഴപ്പമില്ല, ഓക്കെ, ചെറിയ അത് ഇമ്പ്രൂവ് ചെയ്യുന്നവർക്ക് അത് കുറവായിരിക്കാം. ഇനി ഈ പൊളിറ്റിക്സ് ചെയ്തൊക്കെ ഓപ്ഷനിലായതുകൊണ്ട് വിട്ടേക്കാം. എന്നാൽ പിന്നെയും കഴിഞ്ഞ് എക്കണോമിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക്, ഒരുപാട് പേര് എക്കണോമിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാകാം, മാർക്ക് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് കൂടി എക്കണോമിക്സ്. എന്നാൽ ആ എക്കണോമിക്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവൻ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് അക്കൗണ്ടൻസി എഴുതേണ്ടി വരും. വീണ്ടും എക്കണോമിക്സ് ഇംപ്രൂവ് ചെയ്തൊരു ചായ കുടിച്ച് ഒന്ന് കിടന്നുറങ്ങി എഴുന്നേറ്റാ തീരും, അക്കൗണ്ടൻസിയുടെ എക്സാം രാവിലെ തുടങ്ങുന്നു വീണ്ടും. ഓക്കെ, അപ്പൊ എന്താണ് അവൻ അക്കൗണ്ടൻസി പഠിക്കാൻ? എവിടെയാണ് സമയം? ഇനി അവൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൂടി ഉള്ള ഒരാളാണെങ്കിലോ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഴുതുന്നു, നേരെ പോകുന്നു, പിറ്റേ ദിവസം എക്കണോമിക്സ് എഴുതുന്നു, നേരെ പോകുന്നു, പിറ്റേ ദിവസം രാവിലെ അക്കൗണ്ടൻസി എഴുതുന്നു. ഇതായിരിക്കും അവസ്ഥ. ഇനിയോ അക്കൗണ്ടൻസി കഴിഞ്ഞു അല്ലേ? ഇനി മാത്സ് ഉള്ളൊരു കുട്ടിയുണ്ടെങ്കിൽ, അതായത് മാത്സ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ അക്കൗണ്ടൻസി കഴിഞ്ഞ് നേരെ മാത്സ് എഴുതുന്നു. അതായത് മാത്സ് CA ഓപ്ഷനിലായിരിക്കും. അപ്പൊ ഇത് കൂട്ടണ്ട. മാത്സ് ഉള്ളൊരു കുട്ടിക്ക് ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞ് നേരെ രാവിലെ പിറ്റേ ദിവസം പോയി ഇംഗ്ലീഷും എഴുതേണ്ടി വരുന്നു. സോ ഇത് ഇവിടെ മാത്രമല്ല, കൊമേഴ്സിൽ മാത്രമല്ല, സയൻസിലും വന്നിട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ. സോ എനിക്ക് ആദ്യം പറയാനുള്ളത് സ്റ്റുഡൻസിനോടാണ്, നിങ്ങൾ ഈ ടൈം ടേബിൾ ഇപ്പോഴേ കണ്ടത് നന്നായി. ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടിട്ട് ഇതിനനുസരിച്ച് നിങ്ങൾ ഈ പറയുന്ന സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്നാണ് ഇംപ്രൂവ് ചെയ്യുന്നതെങ്കിൽ, ഈ പറയുന്ന സബ്ജക്റ്റുകൾ, ഈ പ്രശ്നമുള്ള സബ്ജക്റ്റുകളാണ് ഇംപ്രൂവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇംപ്രൂവ്മെന്റ് ഒഴിവാക്കാൻ ഞാൻ പറയില്ല. ഇപ്പോഴേ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് അതിൽ എക്സ്പേർട്ട് ആക്കിക്കോ. തലേ ദിവസം ഒന്ന് വായിച്ചു നോക്കാനുള്ള സമയം ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുണ്ടാവുള്ളൂ. അല്ലാതെ തലേ ദിവസം കുറേ പഠിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനി ഈ ടൈം ടേബിൾ അത് ഡിസൈൻ ചെയ്ത, അല്ലെങ്കിൽ ടൈം ടേബിൾ തീരുമാനിച്ച അതിൻ്റെ സാർമാരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം, നമ്മുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ +2 ആയിട്ടുള്ള കുട്ടികളാണ് അല്ലേ? അത്ര വലിയ പ്രൊഫഷണൽ ലെവൽ എക്സാം ഒന്നും അല്ല എഴുതുന്നത്. അപ്പം അവർക്ക് കുറച്ചൊക്കെ ഒരു ഗ്യാപ്പൊക്കെ കിട്ടി. ആ സമയത്ത് പഠിച്ച് കിട്ടുന്ന മാർക്കാണ് അവരുടെ ടോപ്പ്, അല്ലെങ്കിൽ അവരുടെ മൊത്തം മാർക്കിൽ കൂടുതലും കോൺട്രിബ്യൂഷൻ വരുന്നത് ഈ ലാസ്റ്റ് നിമിഷം പഠിച്ചുണ്ടാക്കുന്ന മാർക്ക് തന്നെയാണ്. ആദ്യമൊക്കെ അവർ കൺസിസ്റ്റന്റ് ആണെങ്കിലും അവസാനം ഒന്ന് സെറ്റായി പഠിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പൊ അവർക്കൊരു അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വൃത്തിക്ക് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ സമയത്ത് അവർക്കൊരു ഒരു ശ്വാസം വിടാനുള്ള സമയം കിട്ടിയിട്ട് അടുത്ത എക്സാം ആവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അത് ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യുക? ഒരു അയവ്, അതായത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 1 day 2 days ഗ്യാപ്പെങ്കിലും വരുന്ന രീതിയിൽ ഇതിനൊന്ന് പുനഃക്രമീകരിക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് അത്രയും ആശ്വാസമാവുമായിരുന്നു. പണ്ട് ഞാനൊക്കെ +1 എഴുതുന്ന സമയത്ത്, പണ്ടത്തെ സമയത്തൊക്കെ എന്തായിരുന്നു? ഇംപ്രൂവ്മെന്റ് എക്സാം നേരത്തെ ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് കൊടുക്കുമ്പോൾ അതൊരു വിവേചനമല്ലേ? അപ്പൊ അവർക്കും എഴുതണ്ടേ നല്ല രീതിയിലേ? അവർക്കും ഒരു ക്വാളിറ്റിയിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള അവസരം കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എടുത്ത് കാണണം. പക്ഷെ ഇത് ഇംപ്രൂവ്മെന്റ് അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് കൊടുക്കണം. അതുകൊണ്ട് പ്ലീസ്
എല്ലാവരും എന്ത് ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക മാക്സിമം. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെപ്പറ്റി സ്വയം ഇപ്പോഴും നിങ്ങൾ അതിനെ വെച്ച് ബേജാറൊന്നും ആവണ്ട കേട്ടോ, ആരും അങ്ങനെ ഇതാവണ്ട. എല്ലാ സയൻസിലും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കർമ്മം ചെയ്യുക, പഠിക്കുക, വൃത്തിക്ക് പഠിക്കുക. നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. ആപ്പ് വഴിയായാലും നിങ്ങളുടെ ക്ലാസ് വഴിയായാലും നമുക്ക് ലൈവ് സെഷൻ ആയിട്ടായാലും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കാതെ മുന്നോട്ട് പോയിക്കോളൂ. ഇതൊക്കെ നമ്മൾ സെറ്റാക്കി എടുക്കും. ഓക്കെ, ബൈ.